കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച യുവാവ് അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കും. 2 മണിക്ക് വീട്ടിലും തുറന്ന പള്ളിയിലും ശുശ്രൂഷ നടക്കും. കോതമംഗലം ചേലാടുള്ള സെമിത്തേരിയിലായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും ഇപ്പോൾ അവിടെ ജനരോഷം കത്തിക്കയറുകയാണ്. കൊല്ലപ്പെട്ട ക്ലാഞ്ചേരി സ്വദേശി എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം ചേലാടുള്ള സെമിത്തേരിയിൽ എത്തിക്കുക. വനമന്ത്രി AK ശശീന്ദ്രൻ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ആദ്യം നമുക്ക് ആ പ്രതികരണം നോക്കാം. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഹൃദയവേദന ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ രോഷം ഉയർന്നു വരികയുണ്ടായി. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കൊടുക്കാനുള്ള സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്നലെ തന്നെ കളക്ടർ കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ ക്ലാഞ്ചേരിയിലും കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ ക്ലാഞ്ചേരി ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്തുണ്ട്. ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ക്ലാഞ്ചേരിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്, എന്താണ്? SK ഇന്നത്തെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ജനപ്രതിനിധികൾ കൂടി ഇടപെട്ട് അത് വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1 മണി 1:30 മൃതദേഹം ഇവിടേക്ക് എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 2 മണിക്ക് ശുശ്രൂഷ വീട്ടിൽ വെച്ചുണ്ട്. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടും ശുശ്രൂഷ നടക്കും. ശേഷമാണ് ഈ ചേലാമറ്റത്തെ സെമിത്തേരിയിൽ ഈ സംസ്കാര കർമ്മങ്ങൾ നടക്കാൻ പോകുന്നത്. SK ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് എൽദോസിനെ ആന ആക്രമിക്കുന്നത്. ഇവിടെ വെച്ച് ആന എൽദോസിനെ ആക്രമിക്കുന്നു, എടുത്ത തറയിൽ അടിക്കുന്നു. ഇവിടെ നിന്ന് വലിച്ചിഴച്ച് കുറച്ചുള്ളിലേക്ക് ഈ കാണുന്ന സ്ഥലത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും എടുത്ത് തിരിച്ചൊരു ഏറായിരുന്നു ഈ റോഡിൻ്റെ സൈഡിലോട്ട്. ആ മൃതദേഹം കിടക്കുന്ന കാഴ്ച, അത് ആദ്യം കണ്ടയാൾ നമ്മളോട് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ മൃതദേഹം കിടക്കുന്ന കാഴ്ച കണ്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. അത് അത്രയധികം വളരെ ഭീകരമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാനാകില്ല. ഈ പ്രദേശത്ത് ഈ നാട്ടുകാർ ആനയെ സ്ഥിരം കാണുന്നതാണ്. അവരുടെ വഴിമുടക്കി അത് നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നത് ഇത് ആദ്യം എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതേ ആനയെ നേരത്തെ കണ്ട ആളുകളും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഈ ആന ഇത് സ്ഥിരം ഇറങ്ങുന്ന ആനയാണ്. സ്ഥിരം ഇറങ്ങുന്ന ആന ഇവിടെ എല്ലാം വന്ന് പോറുള്ളതാ. ഇവിടെ വന്ന് പറമ്പിൽ കയറിയുള്ള തെങ്ങും വാഴയും എല്ലാം നശിപ്പിച്ച് പുള്ളി പയ്യെ പകലാകുമ്പോൾ ഇറങ്ങി പോകും. ഇവിടെ മാറി നിൽക്കും. ഫോറസ്റ്റുകാരെ വിളിച്ചറിയിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലേ സമയത്ത്? സാറന്മാരൊക്കെ വിളിച്ചു പറയാറുണ്ട് ആന വഴിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ആന വഴിക്കണമെങ്കിൽ എന്നെ ഫോറസ്റ്റുകാർ ജീപ്പെ കൊണ്ടുവിടാറുണ്ട് തന്നെ. ഇപ്പം കുറച്ചായിട്ട് അവരുടെ വണ്ടി കംപ്ലൈൻ്റ് കാരണം ഇപ്പം അങ്ങനെ പോക്കില്ല. 1.5 കിലോമീറ്റർ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഉണ്ട്. ഈ സ്ഥലത്ത് പണിക്കാരും പിള്ളേരും എല്ലാവരും തന്നെ നടന്നു തന്നെയല്ലേ? കുഞ്ഞു പിള്ളേരൊക്കെ ഇതിൽ നടന്നു പോകണം, ഒറ്റയ്ക്കൊക്കെ പോകണം തന്നെ. ആന ഓടിച്ചിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഓടിച്ചിട്ട് ഇതുവരെ കേട്ടില്ല. എന്നാലും ആരാണ് ഓടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ഈ ഇടയ്ക്ക്. അങ്ങോട്ട് ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ പോലും 6 മണിക്ക് ശേഷം ഓട്ടം വിളിച്ചാൽ വരത്തില്ല, അത്രയ്ക്ക് പേടിയാണ്. പേടിയുണ്ട്. അതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആന സ്ഥിരം ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഹർത്താലാണ്. കോതമംഗലത്തും ഈ കുട്ടമ്പുഴയിലും ഹർത്താലാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പറഞ്ഞ വാക്ക് ജില്ലാ ഭരണകൂടം അടക്കം പാലിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ, ശ്രീകാന്താണ് ക്ലാഞ്ചേരിയിൽ നമുക്കൊപ്പം ചേർന്ന്. ക്ലാഞ്ചേരിയിൽ തന്നെ നമ്മുടെ പ്രതി രാഹുൽ വിജയനുണ്ട്. രാഹുൽ വിജയനും ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട്. രാഹുൽ വിജയൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എനിക്ക് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അപകടമുണ്ടായ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാത്രം അകലെ ഒരു ഫോറസ്റ്റിന്റെ ഓഫീസുണ്ട്. ആ ഫോറസ്റ്റ് ഓഫീസിലിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ എൽദോസിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ഏറ്റവും പ്രധാനമായും
പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവിടെ ട്രെഞ്ച് കുഴിക്കാമെന്ന് പറഞ്ഞു, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഉറപ്പുകൾ കൊണ്ടൊക്കെ കാര്യം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇവിടുത്തെ ചർച്ചിലെ വികാരി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, കുറെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ആ ഉറപ്പുകൾ കൊണ്ട് ഇവിടുത്തെ പ്രശ്നം മാറുന്നതാണ് ഈ കാട്ടാനയുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ സമരമാണ്, ഹർത്താല് പുരോഗമിക്കുകയാണ്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം അതൊക്കെയാണോ? ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സമാശ്വാസം എന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്, അതിന് സ്ഥലമില്ല ജീവിക്കാനായിട്ട്. അപ്പം അതാണ് ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പറയുന്ന ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതിലെ എന്തോ 65ഓളം വീടുകൾ അപ്പുറമുണ്ട്, ഈ അപ്പുറ സൈഡിൽ താമസിക്കുന്നത്. ഈ മനുഷ്യർ നടന്നു പോകുന്ന വഴിയാണ്. അപ്പൊ ഈ സൈഡിൽ ഇത് വന്യമൃഗം അവിടെ നിന്നോട്ടെ, അപ്പൊ അതിങ്ങോട്ട് കടന്നു വരാത്ത രീതിയിലുള്ള ഒരു സംവിധാനം, ഈ ഫെൻസിങ്, അതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി ഇതിനേക്കാൾ എല്ലാം ഉപരി ഈ പോകുന്ന വഴിക്ക് വെട്ടമിട്ട് കൊടുക്കുക എന്നുള്ളത്, ഇത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ചെയ്യുക. എന്താ പ്രശ്നം വെച്ചാൽ ഫെൻസിങ് ഇന്നലെ എല്ലാം നമുക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും സ്നേഹം പറഞ്ഞ കളക്ടർ സമ്മതിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും ഭാഗത്തുണ്ടായിരുന്നത്. ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻസിങ് കിട്ടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇട്ടു ഒരു കമ്പ് അത്തേൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കറണ്ടിന്റെ പാസിംഗ് ഇല്ല, അത് തീർന്നു. അപ്പം ഈ മെയിന്റനൻസ് എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വഴിവിളക്കുകൾ എല്ലാം. അപ്പൊ അതാണ് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിയുടെ കാര്യം കൂടി ഒന്ന് കാണിക്കുകയാണെങ്കിൽ, ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുമ്പോൾ ഇത് വനമേഖലയാണ്, വനത്തിൽ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സൈഡും ഓക്കെ, ഈ സൈഡും വലതുവശവും ഇടതുവശവും വനമാണ്, സമ്മതിക്കാം. പക്ഷേ ഇതിന്റെ നടുക്കൂടെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് നടക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വഴിയാണ്. ഈ വഴി ചെന്നെത്തുന്നത് 65 കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്തേക്കാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ജനവാസ മേഖലയിൽ തന്നെ നടന്നിരിക്കുന്ന ഒരു കാട്ടാന ആക്രമണമാണ്. അത് അങ്ങനെ തന്നെ പറയുക ചെയ്യണമെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 100 മീറ്റർ അകലെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആരും തന്നെ ഈ കാട്ടാന ആക്രമണം നടന്ന് ഒരാൾ ചെന്ന് പറയുന്നത് വരെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.